ഏറെ ദുഃഖകരമായ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രാർത്ഥനകൾ വിഫലം. MT വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 91 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചുവെന്ന് ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു. ഇപ്പോൾ ഇതാ MT വാസുദേവൻ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന അതീവ ദുഃഖകരമായ വിവരമാണ് പുറത്തു വരുന്നത്. ലിജോ ഉണ്ട് നമുക്കിപ്പം. ലിജോ, അങ്ങനെ ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് എവിടെയുമുള്ള മലയാളം വായിക്കുന്ന MD വായിക്കുന്ന ആരാധകരെ സംബന്ധിച്ചിപ്പോൾ ഉണ്ടായിരിക്കുന്നത് MD വാസുദേവൻ നായർ എന്ന വിഖ്യാത എഴുത്തുകാരൻ, സാഹിത്യകാരൻ, സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഏത് നിലയിലാണെങ്കിലും സാഹിത്യ മേഖലയിൽ ഏത് മേഖലയിലും ഉണ്ടായിരുന്ന മലയാളത്തിന്റെ അഭിമാനമായ MD വാസുദേവൻ നായർ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 15-ാം തീയതി മുതൽ അദ്ദേഹം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നു. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ന്യൂമോണിയ സ്ഥിരീകരിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തനാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതീവ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. MDയെ സംബന്ധിച്ചിടത്തോളം MD പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അസുഖത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് പുറത്തു വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാൾ പിന്നീടും തിരിച്ചു വരുമെന്ന് സാഹിത്യത്തെ സ്നേഹിക്കുന്ന, എഴുത്തുകാരെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് അദ്ദേഹം ഇനി നമുക്കൊപ്പം ഇല്ല, ആ ഒരു കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 70 വർഷത്തോളം, ഏതാണ്ട് 7 പതിറ്റാണ്ടോളം മലയാള സാഹിത്യ മേഖലയുടെ, മലയാള സാഹിത്യം എന്നതിനപ്പുറത്തേക്ക് മലയാളത്തിന്റെ എഴുത്തുരൂപങ്ങളിൽ എല്ലായിടത്തും പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് അത് അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ദിവസം അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഏതാണ്ട് 1970-കളിൽ അദ്ദേഹത്തിന് ഈ സമാനമായി തന്നെ അദ്ദേഹം തിരിച്ചു വരില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വലിയ അസുഖബാധിതനായി പോയതിനു ശേഷവും പിന്നീട് ഏതാണ്ട് 50 വർഷത്തോളം അദ്ദേഹം പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുത്തുകളിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ പ്രധാനപ്പെട്ട രചനകൾ അതിനുശേഷം പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ വന്നു, തിരക്കഥകൾ വന്നു. അപ്പോഴൊക്കെയും ഏറ്റവും ഒടുവിലായി 2024 ഈ ഘട്ടത്തിൽ പോലും അവസാന ദിവസങ്ങളിൽ, ഏതാണ്ട് 2024 ഡിസംബർ 25-ാം തീയതി അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹം ഉണ്ടാകും, ഇനിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് രചനകൾ വരും, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സിനിമകൾ വരും എന്ന് ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത കേൾക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ അദ്ദേഹം ആരോഗ്യ സംബന്ധമായ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 1 മാസം മുമ്പ് അദ്ദേഹം ആശുപത്രിയിലാവുകയും അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ അസുഖം ഭേദമായി അദ്ദേഹം മകളുടെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് ഡിസംബർ 15-ാം തീയതിയോടുകൂടി വീണ്ടും അദ്ദേഹം ആശുപത്രിയിലാവുകയുമായിരുന്നു. ആ ഘട്ടത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബന്ധുക്കളും കുടുംബാംഗങ്ങളും അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകരുത്, സ്വാഭാവികമായ ഒരു മരണം അദ്ദേഹത്തിന് വേണമെന്നുള്ള നിർബന്ധം അവർക്കുണ്ടായിരുന്നു. വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകരുതെന്ന് കുടുംബാംഗങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവിടെ നിന്ന് സ്വാഭാവികമായി അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതായത് 2 ദിവസം മുമ്പ് വരെയും അദ്ദേഹം കണ്ണു തുറക്കുകയും അല്ലെങ്കിൽ വിളികൾക്ക് ചെവി ഓർക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയത്ത് നിന്നാണ് ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയും വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ വിവരം പുറത്തു വരികയും ചെയ്യുന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം മലയാളത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാരം വരെ നേടിയിട്ടുള്ള മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട, എക്കാലത്തെയും അറിയപ്പെടുന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ആ തരത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വിയോഗം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. പല ഭാഷകളിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക സാഹിത്യത്തിൽ തന്നെ ഒരു വിഖ്യാത എഴുത്തുകാരൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അതോടൊപ്പം
അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്ത് തിരക്കഥ എന്ന നിലയിൽ, സംവിധായകൻ എന്ന നിലയിൽ വലിയ മികവ് കാട്ടിയിട്ടുള്ള ഒരാളാണ്. അധ്യാപകൻ എന്ന നിലയിൽ മികവ് കാട്ടിയിട്ടുള്ള ആളാണ്. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ മികവ് കാട്ടിയിട്ടുള്ള ആളാണ്. ആ തരത്തിൽ പല മേഖലകളിൽ, പല വേഷങ്ങളിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായി നിന്നിട്ടുള്ള MT ഇനിയില്ല എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ലിജോ, കഴിഞ്ഞ 11 ദിവസമായി MT ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില പലവട്ടം ഗുരുതരമായി. നമ്മൾ പലവട്ടം വാർത്തകൾ നൽകി. പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നും അതിജീവനത്തിന്റെ എഴുത്തുകാരനായിരുന്നു MT. അതുകൊണ്ട് തന്നെ ഈ കാലവും കടന്നു പോകും, MT വീണ്ടും തിരിച്ചു വരും, വീണ്ടും സാഹിത്യത്തിൽ സജീവമാകും, വീണ്ടും അദ്ദേഹം എഴുതും, വീണ്ടും സിനിമയിൽ പ്രവർത്തിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വാർത്ത അത് ഹൃദയഭേദകമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം MT എന്ന ഒരു 2 അക്ഷരം, MTയുടെ നോവൽ വായിക്കാത്ത, MTയുടെ കഥകൾ വായിക്കാത്ത, MTയുടെ സിനിമ കാണാത്ത, MT എഴുതിയ ഈ വായിക്കാത്ത, MT അറിയാത്തവർ നമ്മുടെ കാലത്ത് ചുരുക്കമാണ്. അങ്ങനെ ആരും തന്നെ ഉണ്ടാവില്ല. അത്രമേൽ നമ്മുടെ ഈ ജീവിതവുമായി അടുത്തു നിൽക്കുന്ന ഒരാളായിരുന്നു MT വാസുദേവൻ നായർ. ലിജോ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, MT കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ളൊരു കാര്യം. ഈ OV വിജയന് ശേഷം ഇത്രയധികം ആരാധകരുണ്ടായിരുന്ന ഒരു എഴുത്തുകാരൻ MT അല്ലാതെ മറ്റാരാണ്? കാരണം OV വിജയൻ്റെ ഭാഷ നമുക്കറിയാം, അത്രമേൽ കുറച്ച് കടുകട്ടിയാണ്. പക്ഷേ MT എന്ന് പറയുന്നത് സാധാരണക്കാരുടെ എഴുത്തുകാരാണ് MT. മാത്രമല്ല ലിജോ, ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഈ MT വാസുദേവൻ നായർ എക്സ്ട്രീം ആയിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മൾ ഓരോന്നും എടുത്ത് നോക്കൂ, എല്ലാത്തിലും അദ്ദേഹം എക്സ്ട്രീം ആയിരുന്നു. ഇപ്പോൾ പത്രാധിപരായി മാതൃഭൂമിയിലെ ഈ മലയാളക്കര കണ്ട ഒരു മികച്ച, ഏറ്റവും ജനപ്രചാരണമുള്ള ഒരു പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായി, പത്രാധിപരായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ആദ്യം ചെയ്ത സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യമായി ചെയ്യുന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ്, അദ്ദേഹം ആദ്യം എഴുതിയ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ തുടങ്ങി എവിടെയൊക്കെ അദ്ദേഹം കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അത്രമേൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ, അത്രമേൽ തൻ്റെ കയ്യൊപ്പ് പതിച്ച ഇങ്ങനെ ഒരു മനുഷ്യൻ ഇനി നമ്മുടെ ഒരു കാലത്ത് ഉണ്ടാവുകയുമില്ല. MTക്ക് പകരം വയ്ക്കാൻ മറ്റാരും വരികയുമില്ല. ലിജോ, ഒരു MT എന്നൊരു സുഹൃതം, അദ്ദേഹം നമ്മളിൽ നിന്നും പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ആ ഒരു വാർത്തയെ ഉൾക്കൊള്ളാൻ അതീവ ദുഃഖകരമാണ്, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുമാണ് ലിജോ. തീർച്ചയായും 7 പതിറ്റാണ്ട് മുമ്പ് പാലക്കാടുള്ള കുമാരനെല്ലൂർ ഹൈസ്കൂളിൽ ഒരു വാർഷികാഘോഷത്തിൽ മഹാകവി G. ശങ്കരക്കുറുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഒരു പരിപാടിയിൽ മാതൃഭൂമിയിലെ അന്ന് വന്നിരുന്ന ലോക കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്നൊരു കഥയുണ്ടായിരുന്നു. ആ കഥയ്ക്ക് ആ തവണ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്, ആ ലോക കഥാമത്സരത്തിലെ അവാർഡ് ലഭിച്ച കഥയായിരുന്നു ആ കഥ അവാർഡ് കിട്ടിയ കാര്യം അറിയുകയും ആ അവാർഡിനുള്ള സമ്മാനം എന്ന നിലയിൽ തനിക്ക് ലഭിച്ച, അതായത് ആ ഉദ്ഘാടനത്തിന് വന്ന മഹാകവി ഉള്ളൂരിന് ലഭിച്ച പൂമാല MTക്ക് തിരികെ നൽകിയാണ്. ആ കുമാരനെല്ലൂർ ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തിരിച്ച് കഴുത്തിലിട്ട് കൊടുക്കുകയാണ് ഉള്ളൂർ ചെയ്തത്. അവിടെ നിന്ന് തുടങ്ങിയ സാഹിത്യ സബരിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 70 വർഷമായി